الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പലരും തളർന്നു പോവുകയാണ്. പ്രത്യേകിച്ച് യുവസമൂഹം പ്രായമായ പഴയ ജനങ്ങളെ അപേക്ഷിച്ച് പ്രതീക്ഷയില്ലാത്ത നിരാശയുള്ള ഒരു സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷമയും പ്രതീക്ഷയുമില്ലാതെ തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ വേഗം കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അത് ഏത് മാർഗത്തിലൂടെയും ആർക്ക് വിഷമമായാലും ആരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നാലും സമൂഹത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളിടത്തേക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും നമ്മുടെ കുടുംബാംഗങ്ങളിൽ വളർന്നു വരേണ്ടതായ വിശ്വാസവും ചിന്തയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് മേഖലയിൽ ബാധിക്കുന്ന പ്രയാസങ്ങളിലും പൂർണ്ണമായി ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും മനുഷ്യന് സാധിക്കണം.
പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും പ്രതീക്ഷയോടെ മുന്നേറാൻ വിശ്വാസികൾക്കാവണം. പരീക്ഷണം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതിൽ ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഈ ബോധ്യം നമുക്ക് ഒന്നാമതായിട്ടുണ്ടാവേണ്ടതുണ്ട്. ഒരാളും ഉദ്ദേശിച്ചാൽ മറ്റൊരാൾക്കൊരു പ്രശ്നമുണ്ടാക്കാൻ കഴിയുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ബാധിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെയല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെയും അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിന്റെ 31-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ ആരാണ് പരിശ്രമശാലികള്, ത്യാഗം ചെയ്യുന്ന മുജാഹിദുകൾ ആരാണ്, തിന്മയോട് പരീക്ഷണങ്ങളോട് മല്ലിട്ടുകൊണ്ട് ക്ഷമയോടുകൂടി നന്മയിൽ മുന്നേറുന്നവരാരാണെന്ന് തിരിച്ചറിയുന്നത് വരെ, വസ്വാബിരീന, നിങ്ങളിൽ ആരാണ് ക്ഷമ അവലംബിക്കുന്ന ആളുകൾ, വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് അറിയുന്നത് വരെ അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഒരാൾ ഞാൻ മുഅ്മിനല്ലേ, ഞാൻ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, ഞാൻ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് അള്ളാഹിന്റെ പരീക്ഷണം വന്നുകൂടാ എന്നില്ല. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ഇസ്തിഖാമത്തുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ലോകത്ത് വന്ന സകല അമ്പിയാക്കന്മാരെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാ നബിമാർക്കും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടായ പരീക്ഷണം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ, അതുപോലെ തന്നെ അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന നബിമാരെ നേർക്കുനേരെ കണ്ട ആ അനുയായികളെ, ആ അസ്ഹാബുകളെ നമ്മൾ ഒന്ന് പഠിച്ചാൽ, അവസാന ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ജീവിതം ഒന്ന് നമ്മൾ പഠിച്ചാൽ, അതിന്റെ ഒരു 100-ൽ 1 ഭാഗം പോലും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ നല്ലവരല്ലാത്തത് കൊണ്ടല്ല പരീക്ഷണം, നല്ലവരാകുന്നത് കൊണ്ടാണ് പരീക്ഷണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വന്ന് ഭവിച്ച വിപത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അത് നേരത്തെ അവൻ തീരുമാനിച്ചിട്ടുള്ളതാണെന്ന് നമ്മുടെ മനസ്സിൽ ഒന്നാമതായിട്ട് ഉറപ്പിക്കണം. അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് എനിക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും. അള്ളാഹു തന്നെ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ വ്യവഹാര രംഗങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിലോ വല അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയോ ഉണ്ടാവുന്ന ഒരു പരീക്ഷണവും ഉണ്ടാവുന്നില്ല, അത് ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതായത് നിങ്ങളെ അത് ബാധിക്കുന്നതിന് മുമ്പ് അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തിനാണ് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അതിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ അള്ളാഹുവാണ് നൽകുന്നത്. അവനോടുള്ള പ്രാർത്ഥന കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് നൽകാൻ. നിങ്ങൾക്കിനി എന്തെങ്കിലും നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം നേട്ടമാണെന്ന് അഹങ്കരിക്കാതിരിക്കാൻ, അതെല്ലാം അള്ളാഹുവിന്റെ മുന്നേ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഓർമ്മയുണ്ടാകാൻ. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രയാസങ്ങൾ നമുക്ക് നീക്കി നൽകാൻ അള്ളാഹു എന്നും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ തന്ന അള്ളാഹു തന്നെ എന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ലാ, അള്ളാഹുവേ നീ നൽകുന്ന ഒരു എളുപ്പമല്ലാതെ, ആയാസമല്ലാതെ മറ്റൊരു എളുപ്പവും ആയാസവും ഇല്ല തന്നെ. അന്ത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലാ വഅന്ത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലാ, നീ ഞങ്ങൾക്കൊരു ദുഃഖം തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു പ്രയാസം തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നീ ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു എളുപ്പം നീ നൽകുകയും ചെയ്യുന്നു.
അപ്പോൾ ഇത് 3 പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് അയാളെ ബാധിച്ച പ്രയാസങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ചോദിച്ചാൽ ആ പ്രയാസം അള്ളാഹു നീക്കിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്. നമ്മളെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറപ്പിച്ചത് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് വേഗം സാധിച്ചു കിട്ടുമെന്നത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്കുണ്ടാവുന്ന ഏതൊരു പ്രശ്നം, അത് കുടുംബപരമോ സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയമോ എന്ന് വേണ്ട, എന്തൊരു നമ്മളെ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ സാമൂഹികമായിട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ. ആ ഒരു ഉറപ്പ് ആദ്യം മനസ്സിൽ കാണും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും, നമ്മൾ തളർന്നു പോവില്ല. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, എന്റെ റബ്ബുണ്ട്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഒരു മുഅ്മിനാണെങ്കിൽ ആ ഒരു വിശ്വാസം, ഈമാൻ കൊണ്ടെന്താ ആവശ്യം? കുറെ കാട്ടിക്കൂട്ടലുകളല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർഭയത്വമാണ്. അമ്മ്, നിർഭയത്വം, ഭയമില്ലാത്ത സമാധാനമുള്ളൊരവസ്ഥ അമ്മ എന്നറിയാം. അതിന്റെ ഇതാണ് ഈമാൻ, ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈമാനുള്ള ഒരു വ്യക്തിക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാവും. കാരണം എന്താണ്? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവിടില്ല, അവൻ ഏതാപത്തിലും എന്നെ സഹായിക്കും എന്നൊരു ഉറപ്പ് അവന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് നഷ്ടമായാലും പകരം വേറെ കിട്ടുമെന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ തെറ്റായ ഒരു രീതിയിൽ അത് തേടിപ്പിടിക്കാൻ അവർ ശ്രമിക്കില്ല. അങ്ങനെ ഒരു ഈമാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത് കുറഞ്ഞു പോകുന്ന ലക്ഷണമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന തിന്മകളുടെ ആധിക്യം. നോക്കുക, ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ചെങ്കടലിന്റെ അരികിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ജനങ്ങൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മൾ ഇനി ഒരു രക്ഷയുമില്ല. പിന്നിൽ ഫിറൗനത സൈന്യം ആർത്തരമ്പി വരുന്നു, മുന്നിൽ ചെങ്കടലും, എങ്ങനെ രക്ഷപ്പെടും? മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ മനസ്സിലാക്കിയത് പോലെയല്ല, അങ്ങനെയല്ല. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ നമുക്ക് വഴി കാണിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഉറപ്പൊരു മുഅ്മിനിൽ ഉണ്ടാവണം. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചല്ലോ, അവ രക്ഷപ്പെടും. ഇതൊരു കഥയല്ലല്ലോ. ആ സമൂഹം അതിന് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. അവരാണ് ആ സഹായങ്ങളൊക്കെ കിട്ടിയിട്ട് വന്ന ആ ജനങ്ങളാണ് ഇപ്പൊ ഈ കാണിക്കുന്ന മുഴുവൻ അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അധികം ആളുകൾക്കും അള്ളാഹിനെ കുറിച്ച് അറിയുന്നില്ല എന്നതാണ്. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പണ്ഡിത പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കാൻ കഴിയും. പക്ഷേ അള്ളാഹിനെ കുറിച്ച് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. കൂടുതൽ ആളുകളും പറയുന്നെന്താ? അള്ളാഹിന്റെ പടപ്പുകളുടെ മഹത്വം. ആ ഉസ്താദ് അങ്ങനെ, ആ ഷെയ്ഖ് ഇങ്ങനെ, ആ പീർ ഇങ്ങനെ, ആ തങ്ങൾ ഇങ്ങനെ, ആ ഒലി ഇങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും അള്ളാഹിന്റെ സൃഷ്ടിയെ കുറിച്ചൊരു ഭക്തിയും ബഹുമാനവും അയാളത്തേക്ക് പോകണം എന്ന് തോന്നില്ലാതെ അള്ളാഹു ഉണ്ട്, അള്ളാഹു കാരുണ്യവാൻ, അള്ളാഹിന്റെ വസ്തുക്കൾ പറയുന്നവർ കുറവാണ്. അള്ളാഹിന്റെ സൃഷ്ടികളെ കുറിച്ച്, അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്, അവർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുമോ? എന്നാൽ മുഅ്മിനുകൾ എങ്ങനെയാവണം? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകളാവട്ടെ അവർ ഏറ്റവും കൂടുതൽ, ഏറ്റവും ശക്തമായി, കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെയാണ് മുഅ്മിനുകൾ സ്നേഹിക്കേണ്ടത്. നമുക്ക് അല്പം സമയം കിട്ടിയാൽ ഉടനെ അള്ളാന്റെ തസ്ബീഹുകളാ പറയുന്നത്. അള്ളാന്റെ കാരുണ്യം, അള്ളാന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ശക്തി, അള്ളാന്റെ മഹത്വം, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച, അള്ളാഹുവിന്റെ ഖലാഖിനെ കുറിച്ച വിശ്വാസങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി നമ്മൾ സംസാരിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എനിക്കൊരു അള്ളയുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അവൻ എന്ന ഒരു ഉത്തമമായ ബോധ്യവും സമാധാനവും ധൈര്യവും പ്രതീക്ഷയ്ക്കുണ്ടാവും.
അത്തരം പ്രസംഗങ്ങൾ കേൾക്കണം, അത്തരം സംസാരങ്ങൾ കേൾക്കണം. അപ്പോഴേ, എന്നാൽ മറ്റുള്ളതൊന്നും കേട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മാത്രമല്ല, അതൊക്കെ ശിർക്കിന്റെ ആശയങ്ങളാണ്, അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന, അതുപോലെ തന്നെ അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുക. അള്ളാഹുവിന് ധാരാളം പേരുകൾ ഖുർആനിലും ഹദീസിലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെ സലഫുകൾ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ 99 നാമങ്ങളെ കോർത്തിണക്കി ആ അസ്മാഉൽ ഹുസ്ന എന്നൊരു പേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും വന്ന് അതിനപ്പുറത്ത് വേറെയും അല്ലാഹുവിന്റെ പേരുകളുണ്ട്. നോക്കൂ, ആ പേരുകളും അതിന്റെ അർത്ഥതലങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്ത ഒരു മാർഗവുമായിരിക്കും തുറന്നു കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 പേരുകളെ കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഒന്നാമത് അൽ വദൂദ് എന്നത്. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറെ സ്നേഹമുള്ളവൻ എന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഇല്ല. മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്നത്. ആ മാതാപിതാക്കൾ പോലും നമ്മളെ കൈവിടുന്ന രംഗങ്ങളുണ്ട്. എന്നാൽ നമ്മെ കൈവിടാത്ത, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ്, അല്ലെ? നാം ഉമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കാതെ, നമ്മുടെ ഉമ്മ ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടതെല്ലാം ആ ഗർഭാശയത്തിനകത്ത് ഒരുക്കി വെച്ചവനാണ് റബ്ബ് തആല. നമുക്ക് വേണ്ടതെല്ലാം ആ ഗർഭാശയത്തിനകത്ത് തന്നെ 10 മാസം ജീവിക്കാൻ ആവശ്യമായതെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചു. അവിടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ സ്നേഹങ്ങളെയും ബന്ധങ്ങളെയും സൗകര്യങ്ങളെയും എല്ലാം, നമുക്ക് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ എല്ലാ സംഗതികളും നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾക്കനുസൃതമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അള്ളാഹു മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചവൻ അള്ളാഹുവാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്നേഹിക്കുന്നവനല്ല. ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് വയറിൽ ഉമ്മ ഗർഭമായത് മുതലാണ്. എന്നാൽ അതിന് മുന്നേ തന്നെ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു. അതുപോലെ നമ്മുടെ മറ്റ് ഏത് ബന്ധങ്ങളുണ്ടെങ്കിലും ശരി, ആ ബന്ധങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാ? ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ്. ഇനി അവരൊക്കെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ എന്തെങ്കിലും ഗുണങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും, അല്ലെ? നമ്മളൊരാളെ സ്നേഹിക്കുന്നത് അയാൾ നല്ല സ്വഭാവമാണ്, അല്ലെങ്കിൽ അയാൾ നല്ല അറിവുള്ളവനാണ്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സഹായിക്കുന്നവനാണ്, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടുന്നവനാണ്, അല്ലെങ്കിൽ നന്നായി കളിക്കുന്നവനാണ്, നന്നായി എഴുതുന്നവനാണ്. ഓരോരുത്തരുടെയും ഓരോ ഗുണങ്ങളെ വെച്ചുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെ? എന്നാൽ അള്ളയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് നൽകിയിട്ട് അള്ളാഹു എത്ര നന്ദികേടുകളും എത്ര നിഷേധങ്ങളും കാണിച്ചാലും നമ്മളെ വെറുക്കാത്ത അവന്റെ ഭൂമിയിൽ നമുക്ക് വെള്ളവും വായുവും ഭക്ഷണവും ജീവിതവും നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത്രമാത്രം സ്നേഹമുള്ളവനാണ് റബ്ബ് എന്ന്. അതുകൊണ്ട് തന്നെ അടിമകളോട് ഏറെ ഇഷ്ടവും കാരുണ്യമുള്ളവനുമാണ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനിലേക്ക് വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്, തീർച്ചയായും എന്റെ രക്ഷിതാവ് അവൻ കാരുണ്യവാനും അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് വദൂദ് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് അടിമകളെ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നവർ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സ്ത്രീ ഇങ്ങനെ കടന്നു ഓടുകയാണ്. അവസാനം ആ സ്ത്രീക്ക് അതിന്റെ കുഞ്ഞിനെ, ഒരു ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ അതതിന്റെ കുട്ടിയാ, അതിനെടുത്ത് മടിയിൽ വെച്ച് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പാല് കൊടുക്കുക, പരിസരം മറന്നുകൊണ്ട്, ആ കുട്ടിയെ കിട്ടിയ സ്നേഹം കൊണ്ട്. അതാണ് റസൂൽ ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വറദഹാ, അതറൗന ഹാദിഹിൽ മർഅത, ആ സ്ത്രീയെ നിങ്ങൾ കണ്ടുവോ? ആ സ്ത്രീ ത്വാരിഹതൻ വറദഹാ ഫിന്നാർ, ആ സ്ത്രീന് തന്റെ കുഞ്ഞിനെ നരകത്തിലേക്ക് തീയിലേക്ക് ഇടാൻ പറഞ്ഞാൽ ഇടുമോ?
സ്വഹാബത്ത് പറഞ്ഞു ഇല്ല നബിയെ, അള്ളാഹെ തന്നെയാണ്. ഇത്രമാത്രം സ്നേഹമുള്ള ആ മാതാവ് തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയില്ല. فقال صلى الله عليه وسلم له الله أرحم بعباده من هذه بولدها. ആ പെണ്ണിന്, ആ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ളതിനേക്കാൾ അള്ളാഹുവിന് തന്റെ അടിമയോട് അങ്ങേയറ്റത്തെ കാരുണ്യമാണ്. അതെ, അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ആ മാതാവിന് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ കാരുണ്യമുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമകളോട് എന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഒരു ദിവസം 34 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരുന്നത് അള്ളാഹു റഹീമാണ് എന്ന് നമ്മുടെ ദിവസം 34 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. 17 റക്അത്തിൽ 34 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ പറയാം, അല്ലെ? അപ്പോ 5 വഖത്തുകളില് സുന്നത്തിലും ഫർദിലും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു അർ-റഹ്മാനുർ റഹീം, അല്ലാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണ് എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് നിരാശയോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അസൂയയോ അല്ലെങ്കിൽ പകയോ ഉണ്ടാവുകയില്ല. കാരണം എന്റെ റബ്ബ് എനിക്കെല്ലാം തരാൻ മതിയായവനാണ്, എന്നോട് കാരുണ്യമുള്ളവനാണ്. എനിക്ക് എന്തെങ്കിലും തരാതിരിക്കുന്നുവെങ്കിൽ, മറ്റവനെ പോലുള്ള വീടോ വാഹനങ്ങളോ സൗകര്യങ്ങളോ എനിക്കില്ല എങ്കിൽ അതെന്റെ റബ്ബനോട് കാണിക്കുന്ന കാരുണ്യമാണ്. കാരണം ഒരുപക്ഷെ അതുപോലെ എനിക്ക് ലഭിച്ചാൽ അത് നല്ലതാവുകയില്ല, എനിക്കത് അപകടമായിരിക്കാം. അതുകൊണ്ടാണ് എന്റെ റബ്ബ് തരാത്തത് എന്ന ആ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ബോധം മനുഷ്യനുണ്ടാകുമ്പോൾ അവിടെ അത്യാഗ്രഹവും അതുപോലെ തന്നെ നിരാശയും ഇല്ലാതാവുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, ഏറ്റവും പൊറുക്കുന്നവനാണ് റബ്ബ് തആല. അല്ലാഹു പൊറുക്കുന്നവനാണ്. എത്ര തിന്മകൾ ചെയ്താലും അതെല്ലാം എന്റെ റബ്ബ് പൊറുത്തു തരും. ഇത് തെറ്റ് ചെയ്യാനുള്ള, തിന്മ ചെയ്യാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് വന്നുപോയ തെറ്റുകളിൽ ഇനി ഞാൻ നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് കൂടുതൽ മോശമായി പോകാതിരിക്കാൻ, കാരുണ്യവും പ്രതീക്ഷയും ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു പൊറുക്കുന്നവരാണ്. തെറ്റുകൾ പറ്റിയാലും പിന്നെ നന്നാവാനുള്ളവര് ചോയ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു തന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ. ആരൊക്കെയാണ് പകല് തെറ്റ് ചെയ്ത ആളുകള് അവരെ രാത്രിയിൽ തൗബ ചെയ്യുന്നുവെങ്കിൽ അത് ഏറ്റെടുക്കാൻ, അത് പുറത്തു കൊടുക്കാൻ അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ തെറ്റ് പുറത്തു കൊടുക്കാൻ അള്ളാഹു പകലിൽ കൈനീട്ടിയിരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ, അഥവാ അന്ത്യനാള് വരെ അള്ളാഹു അങ്ങനെ അടിമകളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഖാല അല്ലാഹു തബാറക വ തആല യബ്ന ആദമാവോ ആദമിന്റെ മകനെ, ഇന്നകമാ ദഅവതനി വറദൗതനി ഗഫർതു ലക, നീ എന്നോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, നീ എന്നിലേക്ക് പ്രതീക്ഷയോടെ വന്ന് മടങ്ങേറുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരാം. നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് അത് ഞാൻ നിനക്ക് നൽകുകയും ചെയ്യാം. ഉപാനി, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എവിടെ ആദമിന്റെ മകനെ ആകാശത്തിലെ മേഘങ്ങളുടെ അത്രയും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് പാപമോചനം തേടിയാൽ ഞാൻ അവരെ പുറത്തു കൊടുക്കുവാനി, ഞാനത് പ്രശ്നമാക്കുകയില്ല. എബിനെ ആദമാവോ ആദമിന്റെ പോലെ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിനക്കത് തെറ്റാണെന്ന് ബോധ്യമായാൽ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിനെ യാതൊരു പങ്കു ചേർക്കാതെ
അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അത്ര തന്നെ പാപമോചനവുമായി നിന്നെ ഞാനും സന്ധിക്കുന്നതാണ്, കണ്ടുമുട്ടുന്നതാണ് എന്ന് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അള്ളാഹുവിനോട് മാത്രം മാപ്പ് ചോദിക്കണമെന്ന്, അള്ളാഹുവിനോട് മാത്രം തൗബ ചെയ്യണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പടപ്പുകളോടൊന്നും പറ്റിപ്പോയ തെറ്റുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തടാൻ പാടില്ല. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ കൂട്ടുവാനും പാടില്ല, എങ്കിൽ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും കൂടെയുള്ള നമ്മുടെ റബ്ബ് അള്ളാഹു നമ്മുടെ എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരനാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും അവരെല്ലാം നമ്മളെ വിട്ടുപോയാലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നല്ല ഒരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതാണ്. അവൻ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത വേണം. ഇത്രയേറെ സ്നേഹിക്കുന്ന റബ്ബ് അല്ലെ, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ മടി കാണിക്കൂലേ? മുമ്പൊക്കെ ഉണ്ടായിരുന്നു എപ്പന്ത് മടി. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സിഗരറ്റ് വലിക്കുന്നതാണ് വലിയ തെറ്റ്. അന്ന് അല്ലെ, സിഗരറ്റ് വലിക്കുമ്പോ വാപ്പാന് അമ്മാവന് എളാപ്പാന് അയലൊക്കത്തെ കാർന്നോരെ കണ്ട വേഗം ചെയ്യും, അത് വലിച്ചെറിയും, എന്നിട്ട് വേഗം വായ കപ്പിക്ക് മാറി നിൽക്ക് സംസാരിക്കും, വിട്ടു ചെയ്യും. ഇപ്പോഴോ എന്താ, സ്വന്തം വാപ്പാനെ കണ്ടെത്താൻ ചിലപ്പോ കളയാൻ മടിയുള്ള മക്കളാണ്. ഇപ്പൊ അതും വലിച്ചവർ മുഖത്തേക്ക് ഊതി കൊടുക്കും. ആ അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം, എല്ലാ മക്കളല്ല, അധികം ആളുകളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അതെ, തനിക്ക് പരിചയമുള്ളവരെ മാത്രം ബഹുമാനിക്കും. വാപ്പ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെ തൊട്ടടുത്തുള്ള അയൽവാസി. പരിചയമില്ലാത്ത ഒരാളെ കണ്ടാലും മൈൻഡിയില്ല, ബഹുമാനിക്കൂല, ഒന്നും ചെയ്യൂല. എവിടെന്നാ പഠിച്ചത്? അതെവിടെന്നാ പഠിക്കുന്നത്? മുതിർന്നവരെ ബഹുമാനിക്കുകയും താഴ്ന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവരല്ല, അഥവാ മുസ്ലിം സമുദായത്തിൽ ചേർന്നവരല്ലായത് അല്ലാഹു റസൂലുള്ളാഹിയെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട യുവാക്കളെ, ഏത് മതമാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും നിങ്ങളെക്കാൾ പ്രായമുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം. അവനാണ് യഥാർത്ഥ മുസ്ലിം. നെറ്റിയിൽ എത്ര താഴ്മട്ടായിട്ടും കാര്യമില്ല, താടിയത്തെ വീട്ടിൽ ഉയർത്തിയിട്ടും കാര്യമില്ല. ഈ ഗുണം നിങ്ങൾക്കില്ലെങ്കിൽ അതെല്ലാം വെറും വേഷം കെട്ടുകൾ മാത്രമായി മാറും, പരിഹാസമായി മാറും. ഇസ്ലാമിക സംസ്കാരം പ്രവൃത്തിയിൽ കാണാത്തവന്റെ വേഷം കൊണ്ട് ഒരു ബലമില്ല. ട്രാഫിക്കിന് പോകുമ്പോ വയസ്സായ ഒരു കാർ ഓടിക്കുമ്പോ ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഓഫായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ട്രബിൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കോ ഹോൺ അടിക്കലും, എന്താണോ ഏതാണോ ചീത്ത പറയലും, നിന്റെ വാപ്പയാണ് ആ കാറിനകത്തിരിക്കുന്നതെങ്കിലോ അതേ ബഹുമാനം കൊടുക്കണം നീ. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. വിട്ടുവീഴ്ചയും സഹനവും സ്നേഹവുമാണ് ഇസ്ലാം. അത് പഠിക്കാതെ നിങ്ങൾ എത്ര വേഷം കെട്ടിയിട്ടും യാതൊരു പ്രയോജനമില്ല. പഠിച്ചു നോക്കുക. ഇന്നല്ലാഹുക്കും അള്ളാഹു നോക്കുക നിങ്ങളെ വേഷത്തിലേക്കോ നിങ്ങളുടെ പരിസ്ഥാനത്തേക്ക് അല്ല. യഥാർത്ഥ നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവൃത്തികളിലേക്കുമാണ്. ഹൃദയവും പ്രവൃത്തിയും നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും ഏത് സ്ഥാനമുള്ളവരാണെങ്കിലും എത്ര ഭംഗിയുള്ളവരാണെങ്കിലും ഒരു കാര്യം അള്ളാഹ് എടുക്കില്ല, വേസ്റ്റുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ള യുവാക്കളെ, നിങ്ങള് ഇസ്ലാമിന്റെ മുഖം നിങ്ങളാണ്. കാരണം എല്ലാ വയസ്സായവരെക്കാളും കൂടുതൽ എല്ലായിടത്തും എത്താറ യുവാക്കളാണ്. നിങ്ങളാണ് ഇസ്ലാമിന്റെ മുഖം. നിങ്ങളെ കണ്ടുകൊണ്ടാണ് വരാൻ പോകുന്ന തലമുറകൾ ഇസ്ലാമിനെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിക സംസ്കാരങ്ങൾ പഠിക്കണം, അറിയില്ലെങ്കിൽ പഠിക്കണം, എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയുള്ള ആളുകളാവണം, അള്ളാഹുവിൽ വിശ്വാസമുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാവണം. അള്ളാഹു എപ്പോഴും കാണുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാവണം. തെറ്റുകൾ ചെയ്യുമ്പോ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾ കാണിക്കുന്ന മര്യാദയുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ മുഴുവനും ബോസാണ്. നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ചെയ്തു തരാത്തപ്പോഴും അങ്ങനെ ഒരു ജോലിയും ഒരു ബുദ്ധിയും എല്ലാം നൽകിയ റബ്ബാണ്. ആ റബ്ബ് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ. അതുകൊണ്ട് ആ ഒരു ബോധമുണ്ടാവണം. എന്നെ ഏറെ സ്നേഹിക്കുന്ന, എനിക്കെല്ലാം നൽകിയ എന്റെ റബ്ബിനോട് എന്നോട് മോശം വിചാരിക്കുന്ന നാളെ പടച്ചവൻ ഇതെല്ലാം എഴുതി വെച്ച് എനിക്ക് കാണിച്ചു തരുന്ന അവന് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും?
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹു പറയുന്നതാണ്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗത്തെ ഭയപ്പെടുന്നവരാരോ അവർക്ക് 2 സ്വർഗമുണ്ട്. അപ്പോ അത് എപ്പോഴും ഉണ്ടാവും. എന്റെ റബ്ബിനെ കാണും, അറിയും, ഇതൊക്കെ എഴുതുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്, മലക്കുകൾ സാക്ഷിയുണ്ട്. നാളെ കൊടാനക്കൊടി മനുഷ്യന് മുമ്പിൽ ഇതെല്ലാം നിവർത്തപ്പെടും, ഇതെല്ലാം പരസ്യമാക്കപ്പെടും എന്ന ഒരു ഷെയിം, ഒരു മാനക്കേട്, ഒരു ഭയം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത് എങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലവരാകാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നന്മകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വ യർളാഹു വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ്ണ മുത്തഖിയായി മാത്രം ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളണേ എന്ന്, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകല്ലേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടുന്ന പോലെ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം വളരെ വലിയ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം അനുഭവിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ പ്രയാസങ്ങളും അതിനോടൊപ്പം പിശാച് മനുഷ്യർക്കിടയിൽ ഛിദ്രതയും വിഭാഗതയും ഉണ്ടാക്കാനുള്ള അവസരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഒരവസ്ഥയിലാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ നമ്മുടെ നാട്ടിൽ കാശ്മീരിൽ നടന്ന ആ പെഹൽഗാമ ദുരന്തം, ആക്രമണം, അത് പലരും ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് വെക്കാൻ, മുസ്ലിങ്ങളെ എല്ലാം അവർ കണ്ണിലൂടെ കാണാൻ വേണ്ടി തിന്മയുടെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. അതൊരിക്കലും ഇസ്ലാമികമല്ല. അത് മുസ്ലിം നാമധാരികൾ ചെയ്താലും ആര് ചെയ്താലും അതെല്ലാം അക്രമമാണ്, തീവ്രതയാണ്. അത് ഇസ്ലാം അല്ല എന്നുള്ളത് നമ്മൾ അതിന്റെ രാഷ്ട്രീയമോ മറ്റു ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അത് ഇസ്ലാമികമല്ല. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. ഇസ്ലാം ബഹുസ്വരതയെ അംഗീകരിക്കുന്ന മതമാണ്, എല്ലാവരെയും അംഗീകരിക്കുന്ന മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തന്നെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച, തന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച, തന്റെ കുടുംബങ്ങളെയും തന്റെ മകളെയും എല്ലാം കൊന്നു തള്ളിയ ശത്രുക്കൾ മുന്നിൽ വന്ന് കീഴടങ്ങിയപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞ്, ഇന്ന് അൻതുമുൽ തുലഖാ, നിങ്ങൾ എല്ലാവരും ഇത് മോചിതരാണ്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. ആരും ആരെയും കടന്നാക്രമിക്കരുത്. അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ പ്രവർത്തകമോ, അതാണ് ഇസ്ലാമിന്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യത്തിൽ നബി സല്ലല്ലാഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വഫാത്താകുമ്പോഴും നബിയുടെ ഇസ്ലാമിക രാജ്യത്തിൽ ധാരാളം മുശ്രിക്കുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഉൾക്കൊള്ളുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖമില്ലാതെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാൻ ഗോതമ്പ് മാവ് കടം വാങ്ങിയത് അബൂബക്കർ റളിയല്ലാഹു വീട്ടിൽ നിന്നല്ല, തൊട്ടടുത്ത അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ തന്റെ പടയെങ്കിൽ ഷീൽഡ് കൊണ്ടുപോയിട്ട് പണയം വെച്ചത് അത് ജൂതന്റെ കയ്യിലാണ്. ഏതെങ്കിലും സ്വഹാബികളുടെ കയ്യിൽ കൊടുത്താൽ വെറുതെ വാങ്ങി കൊടുക്കും പൈസ, പക്ഷെ അത് ജൂതന്റെ കയ്യിൽ പണയം വെച്ച് പൈസ വാങ്ങിയത്. ഇങ്ങനെ ഇതര സമൂഹങ്ങളോട് ഇടചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പേര് നോക്കി, അഡ്രസ് നോക്കി, അടയാളം നോക്കി ആളുകളെ കൊല്ലുന്ന രീതി അത് ഇസ്ലാമികമല്ല. അങ്ങനെ കൊല്ലാൻ ഒരു വ്യക്തിക്ക് അധികാരവുമില്ല. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്, ഒരാളെ കൊല്ലുന്നുവോ മറ്റൊരാളെ കൊന്നതിന് പകരമോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നോ അല്ലാതെ കണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവർ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും കൊന്നവനെ പോലെയാണെന്നാണ്. അങ്ങനെ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാനുള്ള അധികാരം നൽകുന്നത് ഇസ്ലാം നൽകുന്ന അതോറിറ്റിക്കാണ്, അഥവാ ആ കമ്മ്യൂണിറ്റിയുടെ അധികാരം വാഴുന്ന ആ ഗവൺമെന്റിനാണ് നൽകുന്നത്, ഒരു വ്യക്തിക്കല്ല. അതൊരു വ്യക്തി ചെയ്യേണ്ട, ഒരു ഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമല്ല, ആ രാജ്യത്തിന്റെ ഭരണകൂടം ചെയ്യേണ്ടതാണ്. ഒരാളെ ഒരു വ്യക്തിയെ ജീവിക്കാൻ സഹായിച്ചുവോ ജീവിപ്പിച്ചുവോ
എല്ലാ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. അങ്ങനെയുള്ള വിശാലതയാണ് ഇസ്ലാം നൽകുന്നത്. മാത്രമല്ല ഇസ്ലാം പറയുന്നു, ഓ മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ ജാതി മത എല്ലാ മനുഷ്യരും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് വസ്തുതയും. നിങ്ങളെ വ്യത്യസ്തമായ വർഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയിട്ട് മാറ്റിയത് ആരും ആരെക്കാളും വലിയവരായിട്ടല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത്. അതല്ലാതെ നിങ്ങളെ വ്യത്യസ്ത നാടുകളും വർഗങ്ങളും ഗോത്രങ്ങളാക്കി മാറ്റിയത് ആരും ആരെക്കാളും വലിയവരായിട്ട് ഇല്ല. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാരോ അവരാണ് അല്ലാഹുവുമായി ഏറ്റവും അടുത്ത ആളുകൾ. ദേശമോ ഭാഷയോ വർഗമോ വർണ്ണമോ ഏതാവട്ടെ, ഇങ്ങനെ മനുഷ്യരെ തുല്യരായിക്കൊണ്ട് വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അങ്ങനെ പഠിക്കുന്ന ഒരു മുസ്ലിമിനൊരിക്കലും മറ്റൊരാളുകളെ കൊന്നെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇസ്ലാമികമല്ല, അത് ശക്തമായിട്ട് നമ്മൾ അപലപിക്കുകയാണ്. അള്ളാഹു അത് ചെയ്ത ആളുകൾക്ക് വിശാലതയും ഹിദായത്തും കൊടുക്കുമാറാകട്ടെ. രാജ്യം ശക്തമായി നമ്മുടെ ഭരണകൂടം ആ തെറ്റ് ചെയ്ത ആളുകളെ പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ ശത്രുതയും എല്ലാ തെറ്റിദ്ധാരണകളും അത് അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമായി രാജ്യസ്നേഹികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تصلح القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.